അവൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഭർത്താവ് ഉറങ്ങിയതിനു ശേഷം അവൻ്റെ ഫോൺ എടുത്ത്, ഐഫോണാണ്, കണ്ണ് തുറന്നാലേ ഓപ്പൺ ആവും, അതുകൊണ്ട് കണ്ണീ രണ്ടും സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ഒറ്റ സെക്കൻഡ് മാത്രം കണ്ണ് വലിച്ചു തുറന്ന് ആ ഫോൺ ഓണാക്കും. കെട്ടിയോൻ്റെ ഫോൺ ഓണാക്കി കഴിഞ്ഞ് ഇവളെ ലിവിങ് ഏരിയയിലേക്ക് വന്ന് അത് ക്ലോൺ ഫോണിലേക്ക് കണക്ട് ചെയ്ത് ക്ലോൺ ചെയ്യാം. ഈ ക്ലോൺ ചെയ്ത് ഏകദേശം അവസാനിക്കുന്ന സമയത്താണ് കെട്ടിയോൻ വെള്ളം കുടിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വരുന്നത്. ഇവള് സ്റ്റാച്ചു അടിച്ച പോലെ ഫ്രീസ് ആയിട്ട് നിൽക്കും. സ്റ്റേ ദർ, അനങ്ങിപ്പോരുത്. ഇവൾ അനങ്ങാ നിൽക്കുന്ന കണ്ട് ഹീറോ മെല്ലെ ചെന്ന്, ബേബി നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ വലിച്ചു കൂർക്കമുണ്ട്. ഉറങ്ങുന്ന പോലെ അഭിനയിക്കും. വീണ്ടും നീ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയോ? എണീക്ക് പെണ്ണേന്ന് പറഞ്ഞ് അവളെ തട്ടി വിളിച്ചിട്ട്, ഇങ്ങനെ വെറുതെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കല്ലേ, മനുഷ്യനെ പേടിപ്പിക്കാൻ, മിണ്ടാതെ വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. പിറ്റേന്ന് ഹീറോയുടെ ഫോൺ ഓണായി അങ്ങേര് എങ്ങോട്ടൊക്കെയാണ് പോണേന്ന് ഇവൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഏതോ ഒരു മലയുടെ മണ്ടയിലേക്ക് ചെന്നിരിക്കുകയാണ് ഹീറോ. എന്തിനാ അങ്ങോട്ട് പോയെന്നറിയില്ല. എന്നാൽ ഇവിടെ ഹീറോ വലിയൊരു കുന്നിന്റെ മണ്ടയിൽ കയറി എന്നിട്ട് ഈ പ്രാന്താശുപത്രി നിരീക്ഷിക്കുകയായിരിക്കും. കൂടെ ക്യാപ്റ്റിയുണ്ട്. ഈ പ്രാന്താശുപത്രിയിലാണെങ്കിൽ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്. അതിനകത്ത് ടോർച്ചർ ചാമ്പറിലാണ് ക്യാപ്റ്റനെ വെച്ചിരിക്കുന്നത്. ഒരു ഡോക്ടർ ക്യാപ്റ്റനെ ധാരാളമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. ആ ഡോക്യുമെന്റ് ഫയലൊക്കെ എവിടെയാണെന്ന് ചോദിച്ചിട്ട് അടിച്ചവശനാക്കി ചൂടുവെള്ളം മേത്തൊഴിച്ചിട്ട് ഇലക്ട്രിക് ഷോക്കും കൊടുക്കുന്നുണ്ട്. എന്നാലും ആൾ ആ പെൺഡ്രൈവ് എവിടെയാണുള്ളതെന്ന് പറയില്ല. അന്ന് വൈകിട്ട് ഹീറോയിൻ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിലെ ഒരു പണിയും കെട്ടിയോൻ എടുത്തിട്ടില്ല, വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുമില്ല. ഇവള് വിഷമത്തോടെ ഇറങ്ങിപ്പോവും. ഹീറോ തിരിച്ചു വരുമ്പോൾ വീട്ടിലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഞാനിന്ന് വീട്ടിലുണ്ടാവില്ല, എനിക്ക് പുറത്ത് വർക്കുണ്ട് എന്ന് എഴുതി വെച്ച് ഭാര്യ ഇറങ്ങിപ്പോയിരിക്കുക. അവള് വിഷമം കൊണ്ട് വീട്ടിലേക്ക് പോയിട്ടില്ല. പിറ്റേന്ന് ബബ്ലുവിനോട് ചോദിക്കും, അവനങ്ങനെ മറ്റൊരാളുമായിട്ട് പ്രണയത്തിൽ ഏർപ്പെട്ടാൽ എന്നെ തീരെ സ്നേഹിക്കില്ലേ? പൂർണ്ണമായിട്ട് എന്നെ മറന്നു പോവോ? ഇനി ഞാൻ അവൻ ആരുമല്ലാതാവോ? എന്താ സംഭവിക്കണമെന്ന് ചോദിക്കുമ്പോൾ ബബ്ലു പറയും, ഞാൻ അറിഞ്ഞിടത്തോളം നിന്റെ ഭർത്താവ് ഒരു സിൻസിയർ മാനാ, നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, നമുക്കത് അന്വേഷിച്ചാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ അസിസ്റ്റന്റ് ഓടി വന്നിട്ട്, ആ ബോധം കെട്ടുപോയ ലേഡിയില്ലേ, വെടികൊണ്ട് അവർക്ക് ബോധം വന്നു, ഇപ്പൊ സംസാരിക്കുന്നുണ്ടെന്ന് പറയും. ഉടനെ ഹീറോയിൻ ഓടിച്ചെന്ന് അവൾക്കറിയാവുന്ന വിവരങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നു. സോ ക്യാപ്റ്റനാണ് ഈ തീവ്രവാദി ടീമിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇവരെ ടീമിന് രൂപം കൊടുക്കുന്നത്. ജനറൽ പാർക്ക് ഇത് മനസ്സിലാക്കി ടീമിലുള്ള ഓരോരുത്തരെയായിട്ട് കൊല്ലുമായിരുന്നു. അവരെ ആക്രമണത്തിൽപ്പെട്ടതാണ് താനും എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഹീറോയിന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ ജനറൽ പാർക്കിന്റെ ഐഡന്റിറ്റി എന്താന്ന് ചോദിക്കുമ്പോൾ അത് ആ പെണ്ണിന് അറിയില്ല. ഇതുവരെ ടീമിൽ ആരും തന്നെ അത് കണ്ടുപിടിച്ചിട്ടില്ല. വളരെ രഹസ്യമാണത്. എന്നാൽ അവരെ കമ്പനിയുടെ എംബ്ലം എന്താണെന്ന് ഈ പെണ്ണിന് അറിയാം. അവൾ അത് വരച്ച് കാണിച്ചു കൊടുക്കും. എച്ച് ആകൃതിയിലുള്ള ഒരു എംബ്ലാണത്. അത് കഴിയുമ്പോൾ ബബ്ലു, ക്യാപ്റ്റൻ കിം ജങ് അല്ലേ, ഇവര് മാനേജറാന്ന് വിചാരിക്കണ നമ്മുടെ ക്യാപ്റ്റൻ, അങ്ങേരെ അവസാനത്തെ ലൊക്കേഷൻ CCTV കൺട്രോൾ റൂം കണ്ടുപിടിച്ചു. അതെവിടെയാണെന്ന് പറയാൻ വേണ്ടി അവർ വിളിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോണെന്ന് പറയും. ഹീറോയിൻ ആ ലൊക്കേഷനിലേക്ക് ഓടുകയാണ്. ഈ സമയം ഹീറോയും നമ്മുടെ ക്യാപ്റ്റിയും അവർക്ക് ആ ഭ്രാന്താശുപത്രിക്ക് അകത്ത് കിടക്കണം. അതിന് ഫേക്ക് ID യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ വന്നു പോകുന്ന എല്ലാവർക്കും പരസ്പരം അറിയാം. മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം എന്നാലോചിക്കുമ്പോൾ കക്കൂസ് ക്ലീനിങ് വണ്ടിയായിട്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും പുതിയ ആൾക്കാരായിരിക്കും വരുന്നത്. അതുകൊണ്ട് സെക്യൂരിറ്റി സംശയിക്കില്ല. ആ കോലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇവരൊരു സെപ്റ്റിക് ടാങ്ക് വണ്ടിയായിട്ട് പോകും. ഹീറോ ഒരു പൊട്ടന്റെ വേഷം ധരിച്ചിട്ടാണ് പോവുക. അവർക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ടുള്ള പാസ് ഹീറോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അകത്ത് കയറി കഴിഞ്ഞിട്ട് ഹീറോ ക്യാപ്റ്റിക്ക് വിളിച്ച്, ഞാൻ അകത്ത് കയറി കഴിഞ്ഞു, ഇനി വിളയാട്ട് ആരംഭിക്കാം എന്ന് പറയും. അപ്പൊ ക്യാപ്റ്റി ഇവരെ പ്രാന്താശുപത്രിയിലെ എല്ലാ ലൈറ്റും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഓഫ് ആക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ പ്രാന്താശുപത്രിക്ക് അകത്ത് കടന്നു, എന്നാൽ സെല്ലുകൾക്കകത്ത് കിടക്കണമെങ്കിൽ വീണ്ടും സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടാവും. അതിന് ഹീറോ മറ്റൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. സിറിയയിലെ പ്രിസൺ ബ്രേക്ക്, അതിലെ വിദ്യയാണ് പ്രയോഗിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ സിറിയൻ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പുറത്തുള്ള ഒരാളെ ആ ജയിലിനകത്തേക്ക് കയറ്റി. അയാൾ തടവ് പുള്ളിയുടെ വേഷം ഇട്ടിട്ടാണ് ജയിലിനകത്തേക്ക് കയറിയത്. അതേ ടെക്നോളജിയാണ് ഹീറോ ഇവിടെ പ്രയോഗിക്കാൻ പോകുന്നത്. ലൈറ്റ് ഓഫ് ആക്കിയ സമയത്ത് ഹീറോ പ്രാന്തനെ പോലെ ആശുപത്രിയുടെ മുറ്റത്തൂടെയെല്ലാം നടന്ന് അപ്പിടാൻ തുടങ്ങും, പ്രാന്തന്മാരുടെ യൂണിഫോമും ധരിച്ചിട്ട്. അപ്പൊ ആശുപത്രിന്റെ അകത്തുനിന്ന് ഒരു പ്രാന്തൻ ചാടിപ്പോയതാന്ന് വിചാരിച്ചിട്ട് സെക്യൂരിറ്റികളെല്ലാം ഹീറോയെ പിടിച്ച് ആശുപത്രിയുടെ അകത്ത് കൊണ്ടുപോയി പൂട്ടിയിടുന്നു. അവിടുത്തെ ആൾക്കാരെല്ലാം അടിച്ചൊതുക്കി ഒരു സെക്യൂരിറ്റിക്കാരന്റെ വേഷം ഇട്ടിട്ട് ഹീറോ നേരെ ഈ ടോർച്ചർ റൂമിലേക്ക്, അതെവിടെയാണോ ഉള്ളത്, അങ്ങോട്ട് ചെല്ലാണ്. അപ്പൊ ക്യാപ്റ്റനെ കറണ്ട് അടുപ്പിച്ചുകൊണ്ടിരുന്ന യന്ത്രം കേടായതുകൊണ്ട് ഡോക്ടർ അനിയത്തിയോട് ഒരു പുതിയ ബാറ്ററി എടുത്തുകൊണ്ട് വരാൻ പറയും. അനിയത്തി അങ്ങനെ ബാറ്ററി എടുക്കാൻ പോകുന്ന സമയം ഹീറോ ആ ഡോക്ടറെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ക്യാപ്റ്റനെ രക്ഷപ്പെടുത്തി ഒരു സ്ട്രെച്ചറിൽ കിടത്തി രോഗിയെ പോലെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ അനിയത്തി പെണ്ണ് ബാറ്ററി തിരിച്ചെടുത്തുകൊണ്ട് വന്ന് കെട്ടിവെച്ച ആളെ കുറച്ചേരം ഷോക്ക് എടുപ്പിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് അത് നമ്മുടെ ക്യാപ്റ്റൻ അല്ല, അവളുടെ ചേട്ടച്ചാര് തന്നെയായിരുന്നു. പുള്ളിയുടെ പകുതി മുക്കാല് ബോധം പോയി. ഈ സമയം ഹീറോയിൻ കൺട്രോൾ റൂമിൽ നിന്നും നമ്മുടെ ക്യാപ്റ്റന്റെ അവസാനത്തെ വിഷ്വൽസ് കാണുന്നുണ്ട്.
അതിൽ കുറച്ച് ആൾക്കാർ ക്യാപ്റ്റനെ അയാളുടെ സേഫ് ഹൗസിൽ നിന്നും പിടിച്ചുകൊണ്ട് പോകുന്നു. അതിൽ ഒരാൾ ഒളിഞ്ഞിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അതാരാണെന്ന് ഹീറോയിൻ സൂം ചെയ്ത് കാണിക്കാൻ പറയും. ഈ സമയത്ത് കൊറിയൻ മിലിറ്ററിയിലെ വലിയൊരു ഉദ്യോഗസ്ഥൻ അയാൾ ആരെയോ വിളിച്ച് ക്യാപ്റ്റൻ രക്ഷപ്പെട്ടു എന്ന് കേട്ടു. എങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ടത്? വിവരങ്ങളെല്ലാം പുറത്തു പോയാൽ എന്താ സംഭവിക്കാന്നറിയാലോ. ഒരെണ്ണത്തിനെയും ഞാൻ വെച്ചേക്കില്ല. എത്രയും പെട്ടെന്ന് അയാളെ പിടിക്കണമെന്ന് പറഞ്ഞ് ആരെയോ വിളിച്ചു പറയുന്നു. അപ്പൊ മിലിറ്ററിക്കാരന് ഒരാൾ റീപ്ലൈ കൊടുക്കുന്നുണ്ട്. ജനറൽ പാർക്ക് വന്നു കഴിഞ്ഞു, ഇനി അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളും. അപ്പൊ ജനറൽ പാർക്കിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ട കണ്ണട വെച്ച പുള്ളിയില്ലേ, ഹീറോയ്ക്ക് ക്യാപ്റ്റന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത ആള്, അയാള് വരുന്നുണ്ട്. സോ അയാള് വില്ലനായിരുന്നു, നല്ലവനല്ല. ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട്. ജനറൽ പാർക്ക് മറ്റാരുമല്ല, നമ്മുടെ ക്യാപ്റ്റി തന്നെയാണ്. സോ ക്യാപ്റ്റി ഡബിൾ ഗെയിം കളിക്കുകയായിരുന്നു. കൊള്ള ടീമിന്റെ തലവിയായിരുന്നു അത്. അതേസമയം ഡിഫൻസിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഈ എച്ച് എംബ്ലത്തിന്റെ യഥാർത്ഥ അവകാശി നമ്മുടെ ലേഡി ചാറ്റർലിയാണ്. കൊറിയൻ മിനിസ്ട്രിയിലുള്ള ആൾക്കാരും മറ്റ് ചില വേൾഡ് ഇല്ലീഗൽ മാഫിയ ആൾക്കാരും വില്ലത്തിയോടൊപ്പം വീഡിയോ കോൺഫറൻസിൽ വരും. അതിൽ നേരത്തെ സംസാരിച്ച ആ ദേഷ്യപ്പെട്ട കൊറിയൻ മിലിറ്ററി ഓഫീസറല്ലേ, അയാളെ വില്ലത്തി കൊന്നുകളഞ്ഞിട്ട് അവന്റെ നാവിന് നീളം കൂടുതലാ. കാര്യമറിയാതെ അവൻ ഒരുപാട് സംസാരിച്ചു. ഇനി അവൻ നമ്മുടെ ടീമിൽ വേണ്ട എന്ന് പറയും. ക്യാപ്റ്റനെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ ലാഭത്തിന് വേണ്ടി തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ പഴയൊരു ഏജന്റിനെ ഉപയോഗിച്ചു. ക്യാപ്റ്റൻ ഇപ്പോൾ നമ്മുടെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട്. ക്യാപ്റ്റന് രക്ഷപ്പെട്ടു എന്ന ധാരണ വേണം, എന്നാൽ മാത്രമേ അയാൾ വാ തുറക്കൂ. ഹീറോ ഒരു ഡോക്ടറെ അടുത്തേക്ക് ക്യാപ്റ്റനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങോട്ടാണ് ക്യാപ്റ്റനെ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് വേണ്ട ചികിത്സ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ക്യാപ്റ്റൻ രക്ഷപ്പെട്ടു, താൻ പുറത്തു വന്നു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും സത്യം പറയാ, അല്ലെങ്കിൽ ചത്താലും പുള്ളി പറയില്ല. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സമയത്ത് തനിക്ക് വിശ്വാസമുള്ള ഒരാളോട് ക്യാപ്റ്റൻ ആ സീക്രട്ട് ഡാറ്റ ഫയൽ എവിടെയാണുള്ളത് എന്ന് പറയും. അതേപോലെ ക്യാപ്റ്റൻ അത് ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാളുടെ സേഫ് ഹൗസിൽ ഒരു ലോക്കറിന്റെ തിരിക്കുന്ന സാധനത്തിലാണ് ഈ പെൻഡ്രൈവ് ഉള്ളത്. അതിന്റെ നമ്പറും പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കും. ഇത് മനസ്സിലാക്കിയ ഉടനെ വില്ലത്തി അതെടുക്കാൻ വേണ്ടി ആൾക്കാരെ വിടുന്നുണ്ട്, നമ്മുടെ കണ്ണാടിക്കാരന്. ഇതേ സമയം ക്യാപ്റ്റനെ വില്ലത്തി ലൈവായിട്ട് കാണുന്നുണ്ട് താനും. തന്റെ ജോലികൾ കഴിയുമ്പോൾ ഹീറോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, എന്റെ മിഷൻ കഴിഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ കാണില്ല, ഞാൻ തിരിച്ചു വന്നു എന്ന് വിചാരിക്കേണ്ട, ഞാൻ പോവാണ് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഈ സമയത്ത് കണ്ണാടിക്കാരൻ ക്യാപ്റ്റന്റെ സേഫ് ഹൗസിൽ വന്ന് ആ ഒളിച്ചു വെച്ചിരുന്ന പെൻഡ്രൈവ് കൈപ്പറ്റുന്നുണ്ട്. അപ്പൊ വില്ലത്തിയാണെങ്കിൽ ഐസ്ക്രീമും കഴിച്ചിട്ട് ഈ കേസിൽ ബന്ധപ്പെട്ട എല്ലാവരെയും അങ്ങ് തീർത്തോളാൻ പറയും. ആദ്യം നമ്മുടെ ക്യാപ്റ്റന് പെയിൻ കില്ലർ കൊടുക്കുന്നത് പോലെ ഡോക്ടറും വില്ലനാണ്. ഡോക്ടർ ക്യാപ്റ്റന്റെ ട്രിപ്പിനകത്ത് വിഷം കുത്തിവെക്കും. എന്നിട്ട് ക്യാപ്റ്റനോട് പറയും, എന്തൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ആണല്ലേ ഇത്, വളരെ വിഷമകരം. ഈ ഡയലോഗ് നമ്മുടെ പഴയ വില്ലൻ ഡോക്ടറും പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവന്മാരെല്ലാം ഒരേ ടീമാണെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ തനിക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന ട്രിപ്പ് വലിച്ചൂരി. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ കഴുത്ത് മുറുക്കി അയാളെ കൊന്നുകളഞ്ഞിട്ട് ഉടനെ ഹീറോയ്ക്ക് ഫോൺ ചെയ്യും. എന്നെ രക്ഷപ്പെടുത്താൻ നിന്നോട് ആരാണ് പറഞ്ഞത്, എന്തായിരുന്നു അതിന്റെ പർപ്പസ് എന്ന്. അപ്പൊ ഹീറോ, പർപ്പസ് ആയിട്ടല്ല ഞാൻ വന്നത്, നിങ്ങളെ ഭാര്യ ജൻഹെ ജനിക്കാൻ പോകുന്ന കുട്ടിയുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ വിവരം അറിഞ്ഞ ഉടനെയാണ് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പുറപ്പെട്ടത്. ഇത് കേട്ട ഉടനെ ക്യാപ്റ്റൻ ഷോക്കാവും. എന്റെ ഭാര്യയോ? ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ജൻഹെ, അവള് സ്പെഷ്യൽ സർവീസ് വിട്ടുപോയി 6 വർഷം കഴിഞ്ഞു. പിന്നീട് അവളെ ആരും കണ്ടിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത് പാക്കൻസു? ഇങ്ങനെ ക്യാപ്റ്റൻ ചോദിക്കുമ്പോഴേക്കും പുള്ളിയുടെ പുറകിന്ന് 2 വെടി പൊട്ടുന്നുണ്ട്. ആ ഡോക്ടർ ക്യാപ്റ്റനെ കൊന്നുകളഞ്ഞു. ഈ സമയം ഹീറോയും ഒരു ആക്സിഡന്റിൽ പെടുന്നുണ്ട്. ഹീറോയ്ക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല. അപ്പൊ നമ്മുടെ കണ്ണടക്കാരൻ ആ സേഫ് ഹൗസിൽ നിന്നും പെൻഡ്രൈവുമായിട്ട് രക്ഷപ്പെട്ടു പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന്റെ എൻട്രി. അവള് ക്യാപ്റ്റന്റെ അവസാന വെയറബോട്ട് മനസ്സിലാക്കിയിട്ട് വന്നാണ്. പുള്ളിക്കാരനെ അവസാനമായിട്ട് കാണാതായ സ്ഥലം അത് CCTV കൂടെ മനസ്സിലാക്കിയിട്ട് വന്നതായിരുന്നു ഈ വീട്ടിലേക്ക് പരിശോധിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഈ വില്ലന്മാരെ കാണുന്നത്. കണ്ണടക്കാരനെ ഷോക്ക് അടുപ്പിച്ച് വീഴ്ത്തുമ്പോൾ അവന്റെ കയ്യിലെ പെൻഡ്രൈവ് ഇവൾക്ക് കിട്ടി. അതിൽ നിന്ന് ഉടനെ തന്നെ ഇവള് ഡാറ്റയെല്ലാം തന്റെ ക്ലോൺ ഫോണിലേക്ക് മാറ്റിയിട്ട് ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുക. റൗഡികൾ ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാവരെയും ഷൂട്ട് ചെയ്ത് ഇവള് മാറി നിൽക്കുമ്പോഴാണ് തന്റെ തോക്കില് ഉണ്ട തീർന്നായിട്ട് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ പിടികൊടുക്കാതിരിക്കാതെ വേറെ വഴിയില്ല, ഞാൻ കീഴടങ്ങി, എന്നാൽ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരുമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ആ പെൻഡ്രൈവ് പൊട്ടിച്ചളയും, യൂസ്ലെസ് ആക്കി കളയും. ഇനി അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല, അതിലെ ഡാറ്റാസ് എടുക്കാനും പറ്റില്ല. എന്നാൽ ടെക്നിക്കൽ ടീം ആ പെൻഡ്രൈവ് ഡാറ്റ മറ്റെന്തിലേക്കോ മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ഇതവര് വില്ലത്തിയെ വിളിച്ചു പറയും, ജനറൽ പാർക്ക് ഉടനെ ആ പെണ്ണിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇവരെ സങ്കേതത്തിലേക്ക് ഹീറോയിനെ പിടിച്ചോണ്ട് പോകാൻ പറയും. ഹീറോയിനാണെങ്കിൽ തന്റെ കയ്യിലെ ക്ലോൺ ഫോൺ അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഒരു ഭാഗത്ത് മറച്ചു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവള് കണ്ണ് തുറക്കുമ്പോൾ ഇവളെ
ടോർച്ചർ ചാമ്പറിലേക്ക് കൊണ്ടുവന്നിരിക്കുക. വില്ലത്തി ഹീറോയിനോട് പറയും, നീ എവിടുന്ന് വന്നടി മരഭൂതമേ, നീ എന്റെ പ്ലാനിൽ തന്നെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഈ വില്ലത്തിയുടെ നെഞ്ചിലെ ടാറ്റു കാണുമ്പം ഹീറോയിന് മനസ്സിലാകും ഇതാണ് ജനറൽ പാർക്ക് എന്ന്. അപ്പൊ നീയാണ് ജി പാർക്ക്. നിനക്ക് ഒരുപാട് പ്രധാനപ്പെട്ട വിവരമാണ് ഞാൻ പൊട്ടിച്ച് നശിപ്പിച്ചത്. ഡിഫൻസിന് വന്ന ഫണ്ട് നീ നിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ശ്രമിച്ചു അല്ലേ? ഇത് ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്നാണോ? അത് കേൾക്കുമ്പോൾ വില്ലത്തി ചിരിച്ചിട്ട്, നീ ആള് കൊള്ളാലോ, എന്നെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ഇനി നിനക്ക് തരേണ്ടത് ഞാൻ തന്നോളാം, അപ്പം എനിക്ക് അറിയേണ്ടത് അറിഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ അനിയത്തിയല്ലേ, അനിയത്തിയെ വിളിച്ച് ഹീറോയിനൊരു ഇഞ്ചക്ഷൻ കുത്തിവെക്കാൻ പറയും. ഈ സമയത്ത് വില്ലത്തിന്റെ ആൾക്കാർ ഹീറോയെ കണ്ടുപിടിച്ചു. ഹീറോ മരിച്ചിട്ടില്ല, ആക്സിഡന്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹീറോയിന് കാണിച്ചു കൊടുത്തിട്ട് വില്ലത്തി, ഞാൻ 3 വരെ എണ്ണും, അതിനുള്ളിൽ പെൻഡ്രൈവിലുണ്ടായിരുന്ന ഡാറ്റ ഇപ്പൊ എവിടെയാണെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് ഇവള് കൗണ്ട് ചെയ്യാൻ തുടങ്ങുക. 1 2 3 എന്ന് പറയുമ്പോഴേക്കും വില്ലത്തി കൊല്ലൂന്ന് മനസ്സിലായി. സോ ഹീറോയിൻ പറഞ്ഞു കൊടുക്കും, അതെന്റെ ഭർത്താവിന്റെ ഫോണിൽ തന്നെയുണ്ട്, ഞാൻ ക്ലോൺ ചെയ്ത് അവന്റെ മൊബൈലിലേക്ക് അയച്ചതാണെന്ന് പറയും. വില്ലത്തി ആ കണ്ണടക്കാരനെ വിട്ട് ഹീറോയുടെ ഫോൺ ചെക്ക് ചെയ്യിപ്പിക്കുമ്പം ഡാറ്റാസ് എല്ലാം അതിനകത്ത് തന്നെയുണ്ട്. ഫയൽ കൺഫേംഡ് ആണെന്ന് പറഞ്ഞ് കണ്ണടക്കാരൻ ഇൻഫോം ചെയ്യും. വേണ്ടത് കിട്ടിയെങ്കിലും വില്ലത്തി ഹീറോനെ കൊന്നുകളയാൻ പറയാ. ഓർഡർ കൊടുത്ത ഉടനെ നമ്മുടെ പെണ്ണ് നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ഇവിടെ ഹീറോ കൊല്ലാമെന്നവനെ തിരിച്ചു പിടിച്ച് കൊന്നുകൊണ്ടിരിക്കാവും. ആ നേരം ഡോക്ടർ അനീത്തി, ചേട്ടാ നിങ്ങൾക്ക് ഈ അവസ്ഥ വരാൻ കാരണമായവന്റെ ഭാര്യയാണായിരിക്കുന്നത്, അതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രിക് കട്ടർ കൊണ്ടുവന്ന് ഹീറോയിനെ കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോഴായിരിക്കും തമിഴ് സിനിമയിലെ പോലെ ഭിത്തിയൊക്കെ ഇടിച്ചു പൊളിച്ച് ഒരു കക്കൂസ് വണ്ടി വരുന്നു. അതിനകത്ത് ഹീറോ ആ ടാറ്റു അടിച്ച അനിയത്തി ഡോക്ടറെ വണ്ടിക്കകത്തു നിന്ന് തന്നെ ഹീറോ ഷൂട്ട് ചെയ്ത് സ്റ്റൈലായി ടെമ്പോ തിരിച്ചു നിർത്തുക. ഹീറോയിൻ ഞെട്ടിപ്പോ, പാർക്കങ്ങോ നീയാണോ ഇത്? നീ ഇവിടെ എന്താടാ കാണിക്കുന്നത്? ഇപ്പോഴാണ് തന്റെ കെട്ടിയവന്റെ യഥാർത്ഥ മുഖം ഡിറ്റക്റ്റീവ് ഭാര്യ കാണുന്നത്. ഹീറോ ചാടി പറന്ന് എല്ലാവരെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. കൂടുതൽ പട്ടാളക്കാർ വരുമ്പോഴേക്കും ഭാര്യനെ വണ്ടി കയറ്റി ഗേറ്റ് എല്ലാം ഇടിച്ചു പൊളിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാ. ഭാര്യയ്ക്കാണെങ്കിൽ പിണക്കം, അവള് വണ്ടി ദേഷ്യപ്പെട്ടിരിക്കുക മിണ്ടാതെ കെട്ടിയവന്റെ മുഖത്ത് നോക്കിയിട്ട്. യു ബ്ലഡി ചീറ്റ്. ഈ പെണ്ണ് പിണങ്ങി നിന്നിട്ടും കാര്യമില്ല, വില്ലന്മാര് പുറകെ കൂടിയിട്ടുണ്ട് ഇവരെ വളച്ചു പിടിക്കാൻ വേണ്ടി. ഇവര് പോകുന്ന അപ്പി വണ്ടിയിലായതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നവന്മാർക്കും പണി കിട്ടുന്നുണ്ട്. മേത്തൊക്കെ വേസ്റ്റ് വെള്ളം തെറിച്ച് അവർക്ക് ഇവരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഹീറോയിൻ ചാടി ഈ ടെമ്പോലെ പൈപ്പ് ഷൂട്ട് ചെയ്ത് താഴെയിടുന്നത്. അത് കറങ്ങിത്തിരിഞ്ഞ് വില്ലന്മാരെ വണ്ടി കുടുങ്ങി 2 വലിയ കാറുകൾ മറിഞ്ഞു വീഴുന്നുണ്ട്. പിന്നെയുള്ളത് ബൈക്ക്. അത് ഈ അപ്പിവെള്ളം റോഡിലേക്ക് ഒഴുക്കിയിടുമ്പോൾ അവന്മാരെല്ലാം വഴുതി വീഴും. അങ്ങനെ വില്ലന്മാരെ ശല്യം കഴിയുമ്പോൾ നമ്മുടെ ആള് ടെമ്പോ ഒരു ഭാഗത്തേക്ക് ഒതുക്കി മാറ്റി നിർത്തുന്നുണ്ട്. അപ്പൊ പെണ്ണാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാ. നിന്നോട് ഞാൻ മിണ്ടില്ലടാന്ന് പറഞ്ഞിട്ട് ഹീറോ പുറകെ ചെന്ന് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, നീ ആരാണ് എന്ന് ഹീറോയിൻ ചോദിക്കും. ഹീറോ പറയും, ഞാൻ സ്പെഷ്യൽ ഏജന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ അതെല്ലാം വേണ്ടാന്ന് വെച്ചു. ഇപ്പം നിന്റെ ഭർത്താവ് മാത്രമാണ്, ആ ഉദ്യോഗം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഇനിയുള്ള കാലം ജീവിച്ചു തീർക്കാൻ വിചാരിക്കുന്നു. നീ എന്തുകൊണ്ട് എന്നോടിത് പറഞ്ഞില്ല? എനിക്കത് പറയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പേടിയായിരുന്നു. ഒരുപക്ഷെ നീ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലോ, എന്നെ ഒഴിവാക്കിയാലോ? അത് കേട്ട് ഭാര്യ പറയും, ഈ ലോകം മൊത്തം എതിർത്ത് നിന്നാലും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്, അതല്ലേ കല്യാണം എന്ന് പറഞ്ഞാൽ. കേൾക്കുന്നുണ്ടോന്ന് അവൻ ക്ഷമ ചോദിക്കും. എന്നോട് പൊറുക്ക്, ഞാൻ പറയേണ്ടിയിരുന്നു. ഇപ്പോൾ ഭാര്യ സമാധാനിപ്പിച്ചിട്ട്, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാക്കും, നമുക്കിപ്പോൾ ആ പണ്ടാരത്തള്ളയെ പിടിക്കണം. നമ്മൾ ഓടിക്കൊണ്ടിരുന്നാൽ അവള് പുറകെ ഉണ്ടാവും, അവളെ തിരിച്ചെന്ന് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് എസ്കേപ്പ് ആവുക. ഇപ്പോൾ ഡിഫൻസ് യൂണിറ്റിൽ വില്ലന്മാരെ ടീമുണ്ടല്ലോ, അവര് കുറച്ച് പട്ടാളക്കാരെ ഹീറോയിന്റെ ഫയൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ സ്റ്റേഷനിലേക്ക് വിടും. പോലീസുകാർ തടയുമെങ്കിലും വലിയ പോലീസ്, ക്യാപ്റ്റൻ പോലീസ് വന്നിട്ട് അവരെടുത്ത് ഓർഡർ ഉണ്ട്, അവർ ചെക്ക് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അനുവദിക്കുക. അപ്പോഴായിരിക്കും ബബ്ലുവിന് ഹീറോയിൻ വിളിക്കുന്നത്. ഹീറോയിൻ പറയുകയാണ്, ഡിഫൻസ് കേസിൽ ഞാനിങ്ങനെ പെട്ടുപോയി, എനിക്ക് ചില കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുണ്ട്, നീ എന്നെ സഹായിക്കണമെന്ന്. ഈ കോള് വന്ന ഉടനെ പട്ടാളക്കാർ അറിയാതിരിക്കാൻ വേണ്ടി ബബ്ലു ഭാര്യയോട് സംസാരിക്കുന്ന പോലെ, ആ ഹണി, കുറെ നാളായല്ലോ, നീ ഇപ്പൊ എവിടെയാ, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് ചോദിക്കും. ഇത് കേട്ടുടനെ ഇവരെ പോലീസ് ക്യാപ്റ്റൻ ഞെട്ടിയിട്ട്, അവനും അവന്റെ ഭാര്യയും തമ്മിൽ ഡിവോഴ്സ് ആയതല്ലേ, പിന്നെ ആരോടാ അവനിപ്പോ സംസാരിക്കുന്നത്? ഗുണ്ടുപ്പൈനും മനസ്സിലാവില്ല, അയാൾക്കാണെങ്കിൽ കാമുകിയും ഇല്ലല്ലോ, പിന്നെ ആരോടാ സംസാരിക്കുന്നു? ബബ്ലു ഹീറോയിനോട് പറയും, ഇവിടെ കുറെ മിലിറ്ററിക്കാരൊക്കെ വന്നിട്ടുണ്ട്, ആകെ മൊത്തം തിരക്കില്ല, നിനക്ക് എന്താ വേണ്ടത്? അപ്പൊ ഹീറോയിൻ ചോദിക്കും, നിന്റെ കൂടെ ആരൊക്കെയുണ്ട്, നമ്മുടെ പോലീസുകാരുണ്ടോന്ന്. ബബ്ലു പറയാണ്, ആ ഹങ്കിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ, എന്തു പറ്റി? ഓക്കെ, ഹങ്കി ഉണ്ടല്ലേ, എന്നൊരു കാര്യം ചെയ്യ്, എനിക്കൊരു കാറ് വേണം, അതേപോലെ
ആ സേഫ് ഹൗസിലേക്ക് ഞങ്ങൾ എൻ്റർ ആവണം. അവിടെയുള്ള പോലീസുകാരൊന്ന് മാറ്റിത്തരണം. നിനക്ക് ചെയ്യാൻ പറ്റുമോ? ഹങ്കിയുടെ കാർ കീ ആ ഹൗസിന്റെ മേലെയായിട്ട് വെക്കാൻ പറഞ്ഞോളൂ, ഞാൻ വന്ന് എടുത്തോളാം. ഇത് ഹീറോ ബബ്ലുവോട് പറയുമ്പോൾ ഗുണ്ടു പയ്യൻ ഹങ്കിനെ വിളിക്കും. എന്നിട്ട് ഗുണ്ടു ഹങ്കിയോട് പറയാണ്, എടാ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ സംഘം ബോസ് അല്ലേ, ബോസിന്റെ പഴയ ഭാര്യ നിന്നെ അന്വേഷിക്കുന്നു. നിന്നെക്കുറിച്ച് പുള്ളിയോട് ചോദിക്കുന്നുണ്ട്. എനിക്കെന്തോ പഴയ ഭാര്യയ്ക്ക് നിന്നെ ഇഷ്ടമാണോ എന്നൊരു സംശയമുണ്ട്. പുള്ളിക്കാരി നിന്നെ ലവ് ചെയ്യുന്നുണ്ടാവും. നീ എന്തായാലും ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. അവര് നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയും. ഇവൻ ആകെ കൺഫ്യൂസ് ആയി പോവാണ്. അപ്പോഴാണ് ഹീറോയിന്റെ കോള് വരുന്നത്. ഞാൻ മിൻസു ആണ് ഹോങ്കി, എനിക്കൊരു ഹെൽപ്പ് വേണം. നിന്റെ കാർ കീ ആ മാനേജറെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചേക്ക്. എന്നിട്ട് അവിടെയുള്ള പോലീസുകാരെ കുറച്ചു നേരത്തേക്ക് മാറ്റി നിർത്തണം. എനിക്ക് ആ വീടിനകത്തേക്ക് എൻ്റർ ആവണമെന്ന് പറയും. അത് കേട്ട് ഹങ്കി, ഞാനത് ചെയ്തോളാം, ഇപ്പൊ തന്നെ പോയിട്ട് ചെയ്യാം. പക്ഷെ ക്യാപ്റ്റൻ, വേറൊരു കുഴപ്പമുണ്ട്. നമ്മുടെ സൊങ്ങു ബോസിന്റെ പഴയ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടാത്രേ, അവരെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, നീ ഇത്ര നാണം കെട്ടവനായി പോയടാ, എനിക്ക് നിന്നെ ആലോചിച്ച് മാനക്കേടാ, ദയവ് ഇത് ഫോൺ വെക്കെന്ന് പറഞ്ഞ് അവള് കട്ട് ചെയ്യാം. ഈ സമയത്ത് പട്ടാളക്കാര് ബബ്ലുവിന്റെ ഫോൺ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയും. അപ്പൊ പോലീസ് ചീഫ് ഇടപെട്ടിട്ട്, നിങ്ങൾക്ക് എന്താ ഒരു മനുഷ്യന്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത? അവന്റെ ഭാര്യ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓഫീസറുമായിട്ട് ലവില, അതൊരു മനുഷ്യന് താങ്ങാവുന്നതിലപ്പുറം. എന്നിട്ട് അവൾ ഇവനെ വിളിച്ച് സഹായം ചോദിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവന്റെ ഫോൺ തട്ടിപ്പറിക്കാൻ വരുന്നത്. ദയവ് ഇത് വിട്ടു പോണം സാർ, ഒരു ഓഫീസറുടെ വേദന മനസ്സിലാക്കാതെ. ഇത് പറഞ്ഞ് ക്യാപ്റ്റൻ ബബ്ലുവിനെ സമാധാനിപ്പിക്കുന്നു. ഈ നേരം ഹങ്കി മാനേജർ, അതായത് മരിച്ചുപോയ ക്യാപ്റ്റനല്ലേ, സ്പെഷ്യൽ യൂണിറ്റിലെ ക്യാപ്റ്റൻ, അയാളെ വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാരെയെല്ലാം അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവന്റെ കാർ കീയും അവിടെ വയ്ക്കും. നമ്മുടെ ഹീറോയിൻ വന്ന ആ കാർ കീ എടുത്തതിന് ശേഷം ഈ മാനേജർ വീട്ടിലേക്ക് കടന്ന് അവിടുത്തെ അണ്ടർഗ്രൗണ്ടിൽ ഇവൾ ഒളിച്ചു വെച്ചിരുന്ന ആ ക്ലോൺ ഫോൺ എടുക്കുകയാണ്. അപ്പൊ ഹീറോയുടെ ഫോണുമായിട്ട് വില്ലന്മാരെങ്ങോട്ടാണ് പോയിരിക്കണതെന്ന് ഇവർക്ക് മനസ്സിലാകും. നാംസാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഹീറോ അവിടെ ഒരു ബങ്കർ ഉണ്ടെന്ന് പറയും. പണ്ട് ഈ സ്പെഷ്യൽ യൂണിറ്റിന്റെ പല പ്രോഗ്രാംസും അവിടുത്തെ ബങ്കറിലാണ് നടത്തിയിരുന്നത്. നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് ഈ അണ്ടർഗ്രൗണ്ടിൽ പഴയ ക്യാപ്റ്റൻ ഒളിച്ചു വെച്ചിരുന്ന കുറേ അധികം ആയുധങ്ങൾ ഹീറോ എടുക്കുന്നുണ്ട്. ഹീറോയിനോട് വരണ്ട, അങ്ങോട്ട് വന്നാൽ ഡേഞ്ചർ ആയിരിക്കും എന്ന് പറയുമ്പോൾ, ഏഷ്യയിലെ 2ാമത്തെ ഷൂട്ടറാണ് ഞാൻ, എന്നെ തടയാൻ നിനക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനും ഹീറോയുടെ കൂടെ പുറപ്പെടുന്നു. ഇവരാ കല്യാണ കാറിലാണ് പോകുന്നത്. എന്നിട്ട് ഈ ബങ്കറിനകത്തേക്ക് ആരും അറിയാതെ രഹസ്യമായിട്ട് ഇവർ കടക്കുന്നു. ഭാര്യയും ഭർത്താവും കൂടെ വഴിയിൽ കാണുന്ന എല്ലാവരെയും ഷൂട്ട് ചെയ്ത് തെറിപ്പിക്കുന്നുണ്ട്. ഈ നേരം ബങ്കറിനകത്ത് നമ്മുടെ മെയിൻ വില്ലത്തി ലോകത്തിന്റെ പല മൂലയിൽ നിന്നും പണം കൈക്കലാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഹീറോ പവർ യൂണിറ്റിനകത്ത് കയറി ഈ ബങ്കറിലെ എല്ലാ ലൈറ്റും ഓഫാക്കി കളയും. വില്ലത്തി പവർ യൂണിറ്റിനെ വിളിക്കുമ്പോൾ ഹീറോ ആണ് ഫോൺ എടുക്കുക. ചങ്സോ, നിനക്ക് എന്നോട് ഈ ചതി എങ്ങനെ ചെയ്യാൻ തോന്നിയടി? നിന്നെ ഞാൻ വിശ്വസിച്ചല്ലേ? അത് കേൾക്കുമ്പോൾ വില്ലത്തി പറയും, ആരാരെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 3 ട്രില്യൺ വോണാണ് കിട്ടാൻ പോകുന്നത്. ഞാനത് ഒഴിവാക്കണോ? ഞാൻ അതിനു മുന്നിൽ കണ്ണടയ്ക്കണോ? നിങ്ങൾ എവിടെയാണെന്ന് പറ, നമുക്ക് ഡീൽ സംസാരിക്കാം. അത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും, ഞങ്ങൾ എവിടെയാണെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ നീ എവിടെയാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഞങ്ങൾ അങ്ങോട്ട് വരികയാണെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും തോക്കെടുത്ത് അവിടെ നിന്ന് പുറപ്പെടുന്നു. വഴി കാണുന്ന എല്ലാ വില്ലന്മാരെയും കപ്പിൾ ഷോട്ട് അടിച്ച് ഇവർ തീർത്ത് കളയും. തന്റെ കൂടെയുള്ളവരെല്ലാം ഡെഡ് ആവാണെന്ന് മനസ്സിലാക്കിയ ഉടനെ വില്ലത്തി ആ പ്രധാന പെട്ടിയും എടുത്തിട്ട് കുറേ അധികം മിലിറ്റന്റുമായി അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുക. എന്നാൽ നമ്മുടെ ചെക്കനും പെണ്ണും വിടുന്നില്ല. അവരിടയിൽ കയറി എല്ലാവരെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. ചുറ്റും പുകയിട്ടു. അപ്പൊ എവിടുന്നോ വന്ന 2 ഏജന്റുമാര്, മേഡം ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താം, ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ് വില്ലത്തിയെ തനിച്ച് ഒരു കാറിനകത്ത് കയറ്റി രക്ഷപ്പെടുത്തി കൊണ്ടുപോവാ. ഇവര് മുഖം മൂടി അഴിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവളെ വിളിച്ചോണ്ട് പോകുന്നത് നമ്മുടെ ഹീറോയും ഭാര്യയാണെന്നുള്ളത്. എന്നാൽ ആ കണ്ണട വിശ്വസ്തൻ അവൻ ഇനിയും ചത്തിട്ടില്ല. അവനിടയിൽ കയറി വീണ്ടും ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പെണ്ണും അടി, മുടി പിടിച്ച് വലിച്ച് ചവിട്ടി നിലത്തിട്ട് ഒരയ്ക്കുകയാണ്. ഹീറോയിനെ തള്ളിയിട്ട് വില്ലത്തി കാറുമായിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ, ഏഷ്യയിലെ 2ാം സ്ഥാനമല്ലേ ഹീറോയിന് വെടിവെപ്പിന്, അവള് കറക്റ്റ് ഈ കാറ് ഒരു ഗ്യാസ് സിലിണ്ടറെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ സിലിണ്ടറിനിട്ട് വെടി പൊട്ടിച്ച് ആ സിലിണ്ടർ കൊണ്ട് ഈ കാറ് തെറിച്ച് വീഴുന്ന കണക്കെയാക്കും. അങ്ങനെ വില്ലത്തി തെറിച്ച് വീണിട്ട് അവളെ കയ്യിൽ ആ രഹസ്യ പെട്ടിയുമായി ഇവരോട് ഡീല് സംസാരിക്കുക. കിട്ടാൻ പോകുന്നത് 3 ട്രില്യൺ വോണാണ്. ആരെങ്കിലും വേണ്ടെന്ന് പറയോ? നമുക്ക് 50-50 എടുക്കാമെന്ന് പറയുമ്പം ഹീറോയിൻ, ഈ കളിയിൽ ഞാനാ ജയിച്ചത്, അതുകൊണ്ട് മുഴുവൻ എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് ആ പെട്ടിയും വാങ്ങിയിട്ട് കൊണ്ടുപോയി മിലിറ്ററിക്കാർക്ക് കൊടുക്കും. നിങ്ങൾ ഇത്രയും കാലം സെർച്ച് ചെയ്തതല്ലേ, ഞങ്ങളാണ് കണ്ടുപിടിച്ചത്, ഞങ്ങൾക്ക് പതക്കം വേണമെന്ന് പറഞ്ഞ് അവരോട് വാശി പിടിക്കുക. ഈ സമയത്ത് ഹീറോയിന്റെ അസിസ്റ്റന്റുമാർ, അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുക ഹീറോ പഴയ ബഹുത്തുബട സ്പെഷ്യൽ ഏജന്റ് ആയിരുന്നു എന്നുള്ളത്. അവരൊരു സല്യൂട്ട് കൊടുക്കും. അപ്പൊ ആ സല്യൂട്ടും വാങ്ങി ചിരിച്ചോണ്ട് പോകുന്ന നമ്മുടെ ഭാര്യ ഭർത്താവ് ടീമിനെ കാണിച്ചിട്ട് അവിടെ വെച്ച് മിഷൻ ക്രോസ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു
അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അണ്ടിൽ ദൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.